ഹായ്, വെൽക്കം ടു ദിസ് ചാനൽ. ബയോളജി പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലേ? എന്നാൽ ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. യെസ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ആൽവിയോലയിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി? യെസ്. ഫസ്റ്റ്, വാട്ട് യു മീൻ ബൈ ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്? എന്താണ് ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ബൈ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ എയർ വിച്ച് ഹാസ് എൻറ്റേർഡ് ഇൻ ടു ദി ആൽവിയോലസ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ദ ആൽവിയോലസ് ഫ്രം ദ ബ്ലഡ്. അതെ, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മുടെ ആൽവിയോലയിലെത്തുന്നു, ആൽവിയോലയിൽ നിന്നും നേരെ ബ്ലഡ് കാപ്പിലറീസിലോട്ട് അല്ലെങ്കിൽ ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. ബ്ലഡിൽ നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലയിലോട്ട് എത്തുന്നു, ആൽവിയോലയിൽ നിന്നും അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ പ്രോസസ്സ് നടത്തണമെങ്കിൽ നമ്മുടെ ആൽവിയോലയ്ക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം അല്ലേ? ദെൻ മൂവ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആൽവിയോലൈ. ഫസ്റ്റ്, ആൽവിയോലൈ ഇൻക്രീസസ് ദി റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻ ലങ്സ്. They are surrounded by numerous blood capillaries. ആൽവിയോലെ നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കൂട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആൽവിയോലെ കവർ ചെയ്തുകൊണ്ട് ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ദെൻ ദ ഇന്നർ വാൾ ഓഫ് ആൽവിയോലെ ഈസ് ഓൾവേസ് കെപ്റ്റ് മോയിസ്റ്റ്. നമ്മുടെ ആൽവിയോലയുടെ ഉൾഭാഗം എപ്പോഴും നനവുള്ളതായിരിക്കും. ദ വാൾസ് ഓഫ് ആൽവിയോലെ ആൻഡ് കാപ്പിലറീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. നമ്മുടെ ആൽവിയോലയുടെ വാളും തൊട്ടടുത്തിരിക്കുന്ന കാപ്പിലറീസിൻ്റെ വാളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. അതും എന്തിനാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദ സർഫസ് ദാറ്റ് സെപ്പറേറ്റ് ദ ബ്ലഡ് ഇൻ ദ കാപ്പിലറീസ് ആൻഡ് ദ എയർ ഇൻ ദ ആൽവിയോലെ ഹാസ് ദ തിക്നെസ് ഓഫ് 2 rows ഓഫ് സെൽസ് ഓൺലി. അപ്പോൾ ആൽവിയോലയും കാപ്പിലറീസും തമ്മിൽ എത്ര തിക്നെസ്സേ ഉള്ളൂ? 2 rows ഓഫ് സെൽസിൻ്റെ തിക്നെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പഠിക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് ഇൻസ്പയർ ചെയ്തേ. എന്ത് ചേഞ്ചസാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായത്? യെസ്, നമ്മുടെ ബോഡിയിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഓക്സിജൻ അകത്തോട്ട് കയറി ആൽവിയോലയുടെ സർഫസ് ഏരിയയൊക്കെ കൂടി. ആൽവിയോലയിൽ ഇപ്പോൾ എയർ കൊണ്ട് നിറഞ്ഞു അല്ലേ? This time, the concentration of oxygen is higher and the concentration of carbon dioxide is lower in the alveoli. നമ്മുടെ ആൽവിയോലയിൽ ഇപ്പോൾ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. അതേസമയം ബ്ലഡ് കാപ്പിലറീസിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. ഇനി നമുക്കറിയുന്ന ഒരു കാര്യം അവിടെ അപ്ലൈ ചെയ്താലോ? അതെ, കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പാർട്ടിക്കിൾസ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലേ? സെയിം ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആൽവിയോലയിൽ കൂടി നിൽക്കുന്ന ഓക്സിജൻ എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും? നമ്മുടെ കാപ്പിലറീസിലോട്ട് എത്തുന്നു. സെയിം ടൈം കാപ്പിലറീസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ആൽവിയോലസിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ആൽവിയോലെ കവർ ചെയ്തുകൊണ്ട് കാപ്പിലറീസ് ഉണ്ടായിരുന്നതെന്ന്? മനസ്സിലായി അല്ലേ? ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ബ്ലഡിലെത്തിയ ഓക്സിജൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാലോ. ഫസ്റ്റ്, സ്മോൾ പോർഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. റിമൈനിങ് ഓക്സിജൻ ഈസ് കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ. വളരെ കുറച്ച് എമൗണ്ട് ഓക്സിജൻ നമ്മുടെ ബ്ലഡ് പ്ലാസ്മയായിട്ട് ഡിസോൾവ് ആകും. ബാക്കി റിമൈനിങ് ഓക്സിജൻ ഹീമോഗ്ലോബിനെ കൂട്ടുപിടിച്ച് ഓക്സിഹീമോഗ്ലോബിനായിട്ട് മാറും. ഓക്കെ, ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി കൂട്ടായി എന്തായി? ഓക്സിഹീമോഗ്ലോബിനായിട്ട് മാറി. ദെൻ ഇതിങ്ങനെ ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്ത് നമ്മുടെ സെൽസിനടുത്തോട്ട് എത്തുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി എന്താ? അഡ്ജസൻറ്റ് ടു ദ സെൽ ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ആൻഡ് ഓക്സിജൻ ബിക്കം ഫ്രീ. സെല്ലിനടുത്തെത്തുമ്പോൾ ഓക്സിഹീമോഗ്ലോബിൻ സ്പ്ലിറ്റായി ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഈ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി സെൽസിലോട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഓക്സിജനെ സെല്ലിലോട്ട് എത്തിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച് കൊണ്ടുവന്ന ആളാണ് ഹീമോഗ്ലോബിൻ അല്ലേ? അത് സെല്ലിനടുത്തോട്ട് എത്തിയപ്പോൾ ഓക്സിജനെ ഇറക്കി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സെൽസിൽ
സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് നിപ്പുണ്ട്. അപ്പോൾ ഓക്സിജനെ കൊണ്ടിറക്കിയ ഹീമോഗ്ലോബിൻ അവിടെ നിപ്പുണ്ടല്ലോ. ഈ ഹീമോഗ്ലോബിൻ വഴി കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്ത് ആൽവിയോലയിൽ എത്തുന്നു. ബാക്കി 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ആകുന്നു. ദെൻ 70% നമ്മുടെ വാട്ടറിൽ ഡിസോൾവായി ബൈകാർബണേറ്റ്സ് ആയിട്ട് എത്തുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 3 തരത്തിലാണ് എക്സ്ചേഞ്ചിൽ പങ്കെടുക്കുന്നത്. വെറും 23% മാത്രമേ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കാർബമിനോ ഹീമോഗ്ലോബിനെയും വഹിച്ചുകൊണ്ടുള്ള ബ്ലഡ് എവിടെ എത്തും? നമ്മുടെ ആൽവിയോലയ്ക്ക് അടുത്തുള്ള ബ്ലഡ് കാപ്പിലറീസിലോട്ട് എത്തും. ഇൻ ദ ആൽവിയോലാർ ബ്ലഡ് കാപ്പിലറീസ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ്സ് ഡിസോസിയേറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചസ് ദി പ്ലാസ്മ. ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ നമ്മുടെ കാപ്പിലറീസിലോട്ട് എത്തിയപ്പോൾ അവിടെ വച്ച് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നേരെ നമ്മുടെ ആൽവിയോലിലോട്ട് എൻ്റർ ചെയ്യുന്നു. As the concentration of carbon dioxide in high in plasma, carbon dioxide diffuses into the alveolus. ഓക്കെ, എല്ലാവർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഫസ്റ്റ് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തു, സെല്ലിനടുത്തോട്ടെത്തിയപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു, ഹീമോഗ്ലോബിൻ അവിടെ നിൽക്കുന്നു, ഓക്സിജൻ സെല്ലിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നു. ഈ ഹീമോഗ്ലോബിൻ അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് കാപ്പിലറീസിലെത്തുന്നു. കാപ്പിലറീസിൽ നിന്നും ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ആൽവിയോലയിലെത്തുന്നു. ആൽവിയോലയിൽ നിന്നും പുറത്തോട്ട്. സിമ്പിളല്ലേ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പഠിക്കാൻ? അതെ. ഇനി നമ്മുടെ സർഫക്റ്റൻ്റ് എന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആൽവിയോലയെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും എയർ എൻ്റർ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും എയർ ഇല്ലാത്തപ്പോൾ കോൺട്രാക്റ്റ് ചെയ്യാനും ഇരിക്കാൻ സഹായിക്കുന്ന ആളാണ് സർഫക്റ്റൻ്റ്. സർഫക്റ്റൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോയാൽ അത് നമ്മുടെ ബ്രീത്തിങ്ങിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. ഈ കണ്ടീഷൻ കൂടുതലായിട്ട് പ്രീമച്വർ ബേബീസിലാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ന്യൂ ബേബീസ് എന്ത് ചെയ്യാം? പ്രോൺ ടു ഡെത്ത്, മരണം വരെ സംഭവിക്കാം. ഇനി ഫസ്റ്റ് തുടങ്ങി വെച്ചൊരു പോയിൻ്റ് ഉണ്ട്. എന്തിനാണ് നമ്മുടെ ആൽവിയോലയുടെ വാൾസ് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ളത്? എന്തിനാണ്? മോയ്സ്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഇറ്റ് അലൗസ് ഗ്യാസസ് ടു ഡിസോൾവ് സോ ദാറ്റ് ദേ ക്യാൻ ഡിഫ്യൂസസ് ക്വിക്ക്ലി. അല്ലേ? മോയ്സ്ചറിൽ നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഡിസോൾവ് ആകും. ഡിസോൾവ് ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് കാപ്പിലറീസിലോട്ടൊക്കെ എത്താൻ പറ്റും. അതിനാണ് നമ്മുടെ വാൾസ് ഓഫ് ആൽവിയോലസ് ഓൾവേസ് മോയ്സ്ചർ കണ്ടൻ്റായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.